ത്രിയേക ദൈവത്തിൻ്റെ സന്നിധാനത്തിന് ഒരിക്കൽ കൂടി മഹത്വം ഉണ്ടാകട്ടെ. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെപ്പറ്റി പഠിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പാഠത്തിൻ്റെ പേര് പൊതുലേഖനങ്ങൾ. സൺഡേ സ്കൂളിൽ പഠിക്കുന്നവരും വിശുദ്ധ മതവായിൽ ശുശ്രൂഷ ചെയ്യുന്നവരുമായ കുട്ടികളെങ്കിലും തെക്ക് വശത്തെ മധുഹായുടെ മുമ്പിലും വടക്ക് വശത്തെ മധുഹായുടെ മുമ്പിലും വായിക്കുന്ന വേദഭാഗങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കാം. വടക്കുവശത്ത് വായിക്കുന്നത് മിക്കവാറും അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നോ പൊതുലേഖനങ്ങളിൽ നിന്നോ ആയിരിക്കും. തെക്ക് വശത്തേത് പ്രധാനമായും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളായിരിക്കും. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഈ രണ്ട് വശത്തായിട്ട് വേർതിരിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളും പൊതുലേഖനങ്ങളും വായിക്കുന്നതിൽ കൂടെ സഭ സൂചിപ്പിക്കുന്നത് സഭയുടെ പുറജാതികൾക്ക് ഇടയിലെ ദൗത്യത്തെ പറ്റിയാണ്. എന്നാൽ അതുപോലെ തന്നെ തെക്ക് വശത്തെ വായനയിൽ കൂടി സഭ നമ്മോട് സൂചിപ്പിക്കുന്നത് സഭയ്ക്കുള്ളിൽ വേണ്ടതായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. അപ്പം അങ്ങനെ ഇതുപോലെ പല പല കണക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചും എഴുതി വെച്ചുമാണ് നമ്മുടെ പിതാക്കന്മാർ പിന്നീട് വരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. So the northern side of the altar, the books read are Acts of Apostles and General Epistles, whereas at the southern side, the Epistles of St. Paul are read. That's because at the northern side, by reading those books at the northern side of the altar, it means we have to work more. It indicates of our mission within the Gentiles. And when the epistles of St. Paul are read at the southern side, it indicates the domestic mission that is to happen within the church. So very noble, very in-depth vision of our church fathers had made these two decisions that is being continued till now. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പുതിയ നിയമത്തിൽ 7 പൊതുലേഖനങ്ങളുണ്ട്. ഈ പൊതുലേഖനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ 7 ലേഖനങ്ങളും ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതല്ല. പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന പലയിടങ്ങളിലെ സഭാമക്കൾക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് സഭയിൽ മാമോദിസ മുങ്ങി അംഗങ്ങളായി തീർന്നവർക്ക് പൊതുവായിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഉപദേശം നൽകിക്കൊണ്ട് എഴുതപ്പെട്ട ലേഖനങ്ങളാണ് പൊതുവായ ലേഖനം. ആ ലേഖനങ്ങളെപ്പറ്റി മൊത്തത്തിൽ ചുരുക്കി ഒന്ന് കൺസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2 പത്രോസ്ലീഹ എഴുതിയതാണ്, 3 യോഹന്നാൻ സ്ലീഹ എഴുതിയതാണ്, 1 വീതം യൂദാ സ്ലീഹായും യാക്കോബ് സ്ലീഹായും എഴുതിയതാണ്. മൊത്തം 7 പൊതുലേഖനം. ആദിമകാലത്ത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ക്രിസ്തു സഭയിൽ. So in short, there are 7 general epistles, 2 written by St. Paul, 3 by St. John, 1 each by St. Jude and St. James. ആദ്യമകാലത്തെ ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ക്രിസ്തുവിനെ പിന്തുടർന്ന് വന്നവർ ഒരു പുതിയ സഭ പോലെയോ അല്ലെങ്കിൽ ഒരു പുതിയൊരു മതം പോലെയോ രൂപം കൊണ്ടപ്പോൾ അന്ന് അവർ ജീവിച്ചിരുന്ന കാലത്തെ അവരുടെ ഭരണാധികാരികളായിരുന്ന റോമൻസിനും ഗ്രീക്കുകാർക്കും ഇത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നുകൊണ്ട് ക്രിസ്ത്യാനികളിൽ ആദ്യമകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സ്ലീഹന്മാരുൾപ്പെടെ പിന്നീട് വന്ന സഹോദര ഉൾപ്പെടെയുള്ള സഹോദരന്മാരുൾപ്പെടെ അനേകർക്ക് പീഡ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ പീഡ അനുഭവിക്കുന്നതിൽ കൂടാണ് സത്യത്തിൽ കൂടുതൽ ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ട് മാറിയത്. ഇന്നത്തെ പീഡിപ്പിച്ചവർ വിചാരിച്ചു, അന്നത്തെ വളരെ ക്രൂരരായിട്ടുള്ള ഭരണാധികാരികൾ വിചാരിച്ചു, if they are tortured they will try to go away from the Christian church. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തു കൊടുത്ത ഉദാഹരണം, സ്ലീഹന്മാർ കൊടുത്ത ഉദാഹരണം വഴിയായിട്ട് പീഡ അനുഭവിക്കും തോറും കൂടുതൽ അവർ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പീഡനകാലമാണ് പൊതുലേഖനങ്ങൾ എഴുതപ്പെടാൻ കാരണമായത്. In the ancient stages, the Christians were subjected to a lot of tortures and punishments by the rulers of different places where the Christian church grew up. They were given tortures, but because of the faith and because of the exemplary advice given by Jesus Christ, the more they are tortured,
They were strongly more getting faithful towards the church, towards the Lord Jesus Christ. രണ്ടാമതായിട്ട് the growth of heresies. ഒന്നാമത്തെ കാരണം പീഡനകാലമാണ്. രണ്ടാമത്തേത് വേദവിപരീതങ്ങൾ. സഭയിൽ കടന്നു വന്ന വേദവിപരീതങ്ങൾ എന്ന് പറഞ്ഞാൽ, വേദവിപരീതങ്ങളുടെ അടിസ്ഥാനപരമായ റീസൺ എന്ന് പറഞ്ഞാൽ, സഭയിൽ ക്രിസ്തുവിനെ പിന്തുടർന്നുള്ള ചില പഠിപ്പിക്കലുകൾ വന്ന സമയത്ത് ഈ പഠിപ്പിക്കലുകൾ ആൾക്കാർ കൂടുതൽ ആകൃഷ്ടരായപ്പോൾ, ആകർഷണം കിട്ടുന്നതും ജനങ്ങളെ ആകർഷിക്കുന്നതും മറ്റു പല സ്വാർത്ഥ ലാഭമോഹങ്ങളോട് കൂടിയതുമായിട്ടുള്ള സമാനമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലർക്ക് തോന്നി. അവർ കുറച്ച് സമാന്തരമായിട്ടുള്ള ചില പഠിപ്പിക്കലുകൾ നടത്തി. അത് പലപ്പോഴും ദൈവത്തിന് വിരുദ്ധമായി. സോ ദ സെക്കൻഡ് റീസൺ ഫോർ ദി എപ്പിസൽസ് ടു ബി റിട്ടൺ വാസ് to expound the fundamental principles of the church and to remain strong in faith and exhort the believers to abide by the fundamental principles of the church. അപ്പോൾ സഭയുടെ പരമ്പരാഗത വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഉദ്ദേശങ്ങളോടുകൂടിയാണ് ജനറൽ എപ്പിസിൽസ് എഴുതപ്പെട്ടത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫസ്റ്റ് എപ്പിസിൽ ഓഫ് സെയിൻറ്റ് പീറ്റർ. There were 2 epistles written by St. Peter. Out of this, the first epistle was written at the time of persecution. പീഡന കാലത്താണ്, അല്ലെങ്കിൽ പീഡനം പോലെ തന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ള വേദവിപരീതങ്ങളുടെ കാരണത്താലാണ് പൊതുലേഖനങ്ങൾ എഴുതപ്പെട്ടത്. സോ ദ ഫസ്റ്റ് എപ്പിസിൽ ഓഫ് പീറ്റർ വാസ് റിട്ടൺ ഡ്യൂറിങ് ദ ടൈം ഓഫ് പെർസിക്യൂഷൻ. ഈ എപ്പിസിലിനെ എപ്പിസിൽ ഓഫ് ഹോപ്പ് എന്നും എപ്പിസിൽ ഓഫ് എൻകറേജ്മെൻ്റ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? പീഡനം വരുന്ന സമയത്ത് നമുക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ ആ പീഡനം സഹിച്ച് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ആ പീഡനത്തെ പ്രാർത്ഥനയിൽ കൂടി ഓവർകം ചെയ്ത് ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി സഹനശക്തിയോടുകൂടി മുന്നോട്ട് പോകും. അങ്ങനെ സഹനശക്തി കൊടുത്തിരുന്ന, ഒരു വിശ്വാസം കൊടുത്തിരുന്ന, സഹനത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കാമെന്നുള്ള പ്രോത്സാഹനം കൊടുത്തിരുന്ന ഒരു എപ്പിസിലായിരുന്നു ഫസ്റ്റ് Epistle of St. Peter. That's why it is also called the Epistle of Hope or the Epistle of Encouragement. It imparted courage to the Christians who suffered persecution. ഇതിനെപ്പറ്റിയുള്ള വേദവാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. 1:6-7, 2:12, 4:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 5:10. നമ്മൾ വായിച്ചു കേട്ടതിനകത്തൊന്നും ചരിത്രപരമായ രേഖകൾ മനസ്സിലാക്കിയതിനകത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പീഡകളെല്ലാം അന്ന് ചെയ്തിരുന്നത് അന്നത്തെ ചക്രവർത്തിയായ നീറോ ചക്രവർത്തിയായിരുന്നു. നമുക്ക് ചരിത്ര പുസ്തകങ്ങൾക്ക് നമുക്കറിയാം, നീറോ ചക്രവർത്തിയാണ് പൗലോസ്ലീഹായെയും പത്രോസ്ലീഹായെയും സ്വന്തം പീഡനകാലത്ത് കൊല ചെയ്തത്. So the first part of the epistle deals with spiritual and moral principles the believers have to follow. പീഡനങ്ങൾ വരുന്നുണ്ടേ നമ്മൾ തിരിച്ച് അതുപോലെ കല്ലെടുത്തെറിയുകയോ അതുപോലെ തിരിച്ച് വാളുകൊണ്ട് വെട്ടുകയോ അതുപോലെ തിരിച്ച് മറ്റുള്ളവരൊക്കെ എല്ലാം നിൽക്കുകയോ ചെയ്യാതെ സ്പിരിച്വൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസിൽ തന്നെ പിടിച്ച് നിൽക്കാനുള്ള ശക്തി കൊടുത്തിരുന്നു. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് 4:12 വേഴ്സ് 4:12 to 5:13 വായിക്കുവാണെങ്കിൽ അവിടെ കൂടുതൽ പീഡനങ്ങളെ പറ്റിയുള്ള കൂടുതൽ റെഫറൻസ് നമുക്ക് വായിക്കാൻ പറ്റും. ഏഷ്യ മൈനറിൽ, അല്ലെങ്കിൽ അന്നത്തെ ഏഷ്യ മൈനർ ഇന്നത്തെ ടർക്കിയിൽ പീഡനങ്ങൾ അനുഭവിച്ചവരെ പറ്റിയുള്ള, അവർ മാമോദിസ മുക്കപ്പെട്ടപ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നു. ക്രിസ്ത്യൻസാണ് കൂടുതലും അവിടെ പീഡകൾക്ക് വിധേയരായത് എന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് തരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എപ്പിസിൽ ഡീൽസ് വിത്ത് spiritual and moral principles to withstand the persecution, which can be seen in chapter 1 verse 3 to chapter 4 verse 11. Second part, which is 4:12 to 5:13, gives specific instructions on how to confront them. അപ്പോൾ അതിനെ എതിരിടാൻ, ആയുധം കൊണ്ടല്ല, സമാധാനം കൊണ്ട്, ദൈവം തന്ന ഉപദേശം കൊണ്ട് നേരിടാൻ തക്ക രീതിയിലുള്ള ശക്തി കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. രണ്ടാമതായിട്ട് സെക്കൻഡ് എപ്പിസിൽ ഓഫ് പീറ്റർ. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദി ഓൺലി റീസൺ ഫോർ ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പീറ്റർ വാസ് റിട്ടൺ വാസ് ദ ഹെറസീസ് വിച്ച് arose at that time. ഈ എപ്പിസലിൻ്റെ സിമിലറായിട്ടുള്ള രീതിയിൽ ഉള്ള മറ്റൊരു എപ്പിസലായ ദ എപ്പിസൽ ഓഫ് സെൻറ്റ് ജൂഡ് ഓൾസോ
shall be read along with this. Almost similar context, almost similar advices and similar ways to confront the heresies. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വായിക്കേണ്ടതാണ്. സെക്കൻഡ് എപ്പിസിൽ ഓഫ് പീറ്റർ as well as the എപ്പിസിൽ ഓഫ് സെയിൻറ്റ് ജൂഡ്. അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സിനെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വേദവിപരീതം പഠിപ്പിക്കുന്ന, ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, വ്യക്തിപരമായ താല്പര്യങ്ങളോടുകൂടി ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോസ്റ്റൽസ് അല്ല, അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സ്. അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1. They privately bring in damnable heresies. Number 2. They even deny Lord Jesus Christ. Number 3. They bring swift destruction upon themselves. Number 4. They follow their pernicious ways. Number 5. They utter feigned words out of covetousness. അവ ചിന്തിക്കേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത, എന്നാൽ നമ്മുടെ ഇന്നത്തെ ലോകത്ത് വളരെ വിസിബിളായിട്ടുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി അവിടെ പറഞ്ഞു. ദൈവശാപം, ദൈവശിക്ഷ മേടിച്ച് വെക്കത്തക്ക രീതിയിലുള്ള വേദവിപരീതങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ പോലും പലപ്പോഴും അവർ തള്ളിപ്പറഞ്ഞു. അവർക്ക് തന്നെ നാശം വരുത്തി വെച്ചു. അവരുടെ തെറ്റായ രീതികളിൽ അവർ പേടിയില്ലാതെ തുടർന്നുകൊണ്ട് സ്വാർത്ഥ ലാഭം കരുതിക്കൊണ്ട് ഉപയോഗിച്ചു കൂടാത്തതായിട്ടുള്ള പല വാക്കുകളും അവർ ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ശപിക്കുകയും കുറ്റം പറയുകയും മറ്റുള്ളവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. അതവർ ചെയ്തു. ഈ കാര്യങ്ങൾ എല്ലാം ചേർന്ന് വരുന്ന ഹെറസിയെപ്പറ്റി സഭാപിതാക്കന്മാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നമ്മളും തൊട്ട് മുമ്പത്തെ വർഷം 9ാം ക്ലാസ്സിലൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ആ ഹെറസിയുടെ പേരാണ് നോസ്റ്റിസിസം, വിച്ച് ബിക്കെയിം പോപ്പുലർ ബൈ ദി എൻഡ് ഓഫ് ഫസ്റ്റ് സെഞ്ചുറി AD യിൽ മാർക്കിയാൻ എന്ന് പറയുന്ന വ്യക്തിയാൽ തുടങ്ങപ്പെട്ട നോസ്റ്റിസിസം ആണ് ഈ പറഞ്ഞ സ്വഭാവങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ്, സഭയുടെ ഉത്തരമാണ് പൗലോസ് എഴുതിയ ഈ 2ാമത്തെ ലേഖനം. തേർഡ് വൺ, ദി എപ്പിസിൽ ഓഫ് സെയിൻറ്റ് ജൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ഓഫ് റൈറ്റിംഗ് ദിസ് എപ്പിസിൽ ഓൾസോ ഈസ് ദ സെയിം ആസ് ദി സെക്കൻഡ് എപ്പിസിൽ ഓഫ് സെയിൻറ്റ് പീറ്റർ. ദി ബിഗിനിങ് ഓഫ് ദി എപ്പിസിൽ വി ക്യാൻ സീ Jude, the servant of Christ and brother of James. ഇതാരെ 2 പേര്? നമ്മൾ വിചാരിക്കും ഈ ജൂഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യൂദാസ്ലീഹയാണെന്ന് വിചാരിക്കും. അല്ല, വൺ ഓഫ് ദ ബ്രദേഴ്സ് ഓഫ് ജീസസ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയുന്നില്ലെങ്കിൽ പോലും സെൻറ്റ് മാർക്ക് 6:3 ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായ യൂദാസ്ലീഹയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ, യേശുക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി ആസ് വെൽ ആസ് ദി ഡിവൈൻ നേച്ചറിൻ്റെ ഇൻഫ്ലുവൻസിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനോ സഹചാരിയോ ആയ ആളായിരിക്കാം സെൻറ്റ് ജൂഡ്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ സെൻറ്റ് മാർക്ക് 6:3 അബൌട്ട് ദിസ് സെൻറ്റ് ജൂഡ്, ദ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് വെൽ ആസ് ബ്രദർ ഓഫ് ജെയിംസ്. ആൻഡ് ഹി വാസ് ഓൾസോ ദ ബ്രദർ ഓഫ് ജെയിംസ്, ദി എപ്പിസ്കോപ്പ ഓഫ് ജെറുസലേം. ഈ എപ്പിസ്കോപ്പ ഓഫ് ജെറുസലേമിനെ പറ്റി പറയുവാണെങ്കിൽ, യെരുസലേമിനെ എപ്പിസ്കോപ്പ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. യെരുസലേമിലെ എപ്പിസ്കോപ്പ ആയിരുന്ന യാക്കോബായിരുന്നു നിഖ്യ സിനോദോസിൽ അധ്യക്ഷം വഹിച്ചത്. സോ വി നോ അബൌട്ട് ദ സിനഡ് ഓഫ് നൈഷ്യ. സെൻറ്റ് ജെയിംസ്, ഹു വാസ് ദി എപ്പിസ്കോപ്പ ഓഫ് ജെറുസലേം, presided over the Council of Nicaea. Here also, Saint Jude also exposes the heresy of Gnosticism. Epistles of Saint John. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എപ്പിസിൽസ് ആണ്. നമുക്കറിയാവുന്ന പോലെ ഈ 3 എപ്പിസിൽസ് സെൻറ്റ് ജോൺ എഴുതിയത് കൂടാതെ 2 പുസ്തകങ്ങൾ കൂടെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷവും വെളിപാട് പുസ്തകവും. So there are 3 epistles written by Saint John. Other than these 3, there are 2 other books in the New Testament written by Saint John, which is the Gospel of Saint John as well as the Revelation. When we compare the Gospel of Saint John as well as the first epistle of Saint John, we can see the church fathers who had studied both the books say that there is a thematic relationship or thematic similarity in these 2 books. It is believed that this epistle was written commonly to various churches in the Asia Minor. ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കി അല്ലെങ്കിൽ ഇന്നത്തെ അന്ത്യോക്യ മുതലായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ആ ഭാഗത്തെ വിവിധ ചർച്ചസിന് വേണ്ടി എഴുതിയതാണെന്ന് അതിനകത്തെ തീം കാണുന്നുണ്ട്, അതിനകത്തെ കണ്ടൻസ് കാണുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ദർ ഇസ് നോ മെൻഷനിങ് ഓഫ് നെയിംസ്
of individuals or persecution. The problem basically encountered by those churches was apostate teachings. അപ്പോസ്റ്റേറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള അപ്പോസ്റ്റേറ്റ് ടീച്ചിങ്സ് ഇവിടെയും ഉണ്ടായിരുന്നു, ഈ ഏഷ്യ മൈനറിലും ഉണ്ടായിരുന്നു. Because of the apostate teachings, the newly baptized people probably get confused because which teaching is right? This teaching looks same. This teaching provides more openings for a better prosperity and better life. അങ്ങനെ വരുന്നുണ്ടായി ഏത് ടീച്ചിങ് ആണ് നല്ലത്, കൺഫ്യൂഷനൊക്കെ ന്യൂലി ബാപ്റ്റിസ്റ്റ് പീപ്പിൾ ഉണ്ടായി. അതുകൊണ്ട് ഹിയർ ഓൾസോ ദീസ് ചർച്ചസ് ഓൾസോ ഫേസ്ഡ് ദ പ്രോബ്ലം വിത്ത് ദി അപ്പോസ്റ്റേറ്റ് ടീച്ചിങ്. സോ true faith was in peril, true faith was in danger, and hence it was needed to be defended. That was the reason St. John wrote this first epistle. എന്താണ് അന്ന് ചർച്ചസ് ഫേസ് ചെയ്തിരുന്ന ഹെറസീസ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The main heresy which occurred those days in Asia Minor was Docetism, which was a variant of Gnosticism. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ ഒരു അപ്പോസ്റ്റേറ്റ് ടീച്ചിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വേദവിപരീതങ്ങൾ ഉണ്ടാകുന്നു. അതിന് സിമിലറായിട്ട് മറ്റു സ്ഥലത്ത് വേറെ രീതിയിലുണ്ടാകും. നോസ്റ്റിസിസത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമിൽ ഉണ്ടായൊരു അപ്പോസ്റ്റേറ്റ് ടീച്ചിങ് ആണ് എന്ത്? ഡോസറ്റിസം. ദിസ് ടീച്ചിങ് ക്വസ്റ്റ്യൻ ദ ട്രൂ ഹ്യൂമൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഡിനൈഡ് ദാറ്റ് ക്രൈസ്റ്റ് വാസ് ദി സൺ ഓഫ് ഗോഡ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമൻ നേച്ചറിനെ തള്ളിക്കളയുകയും യേശുക്രിസ്തു ദൈവത്തിൻ്റെ മകനാണെന്നുള്ള കാര്യം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പഠിപ്പിക്കലാണ് ഡോസറ്റിസം. ആദ്യമകാലത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിച്ചിരുന്നതിൻ്റെ നെക്സ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ഈ തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ വന്നപ്പോൾ, സോ ഇറ്റ് വാസ് എ നീഡ് ഫോർ ദ ചർച്ച് ഫാദേഴ്സ് ഇൻക്ലൂഡിങ് ദ ഡിസൈപ്പിൾസ് ടു പ്രൂവ് ആൻഡ് ടു കൗണ്ടർ ആൻഡ് ടു ഡിഫെൻഡ് വാട്ട് ദ ലേൺഡ് ആസ് ദി ഫെയ്ത്ത് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ദേ വാണ്ടഡ് ടു teach that the means of salvation as well as the acquisition of knowledge was a must. സാൽവേഷൻ വേണം, മാമോസയെ കൂടെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും നമ്മുടെ സഭയ്ക്കെതിരായിട്ട്, നമ്മളെപ്പോലെയുള്ള അപ്പോസ്തലിക സഭകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പലരും പറയുന്നുണ്ട്. മാമോസ ഇന്നത്തെ രീതിയിൽ വേണോ വേണ്ടായോ, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണോ മാമോസ നോക്കേണ്ടത്, അങ്ങനെയുള്ള രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരെയും പിടിച്ച് വലിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്ന പലരും ഉണ്ട് ഇന്നത്തെ കാലത്തും. പണ്ടത്തെ അവരുടെ ചോദ്യം ഇതായിരുന്നു, ദ മീൻസ് ഓഫ് സാൽവേഷൻ ആസ് വെൽ ആസ് ദി അക്വിസിഷൻ ഓഫ് നോളജ്. നമുക്കറിയാം അക്വിസിഷൻ ഓഫ് നോളജിനെ പറ്റി നമ്മൾ ഏതെങ്കിലും തോട്ടത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അത് വേണോ വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷൻ അവിടെ തന്നെ ഉണ്ടാക്കി പിശാച് ഹവ്വയുടെ അടുത്തും പിന്നീട് അത് പറഞ്ഞ് ആ പേര് പറഞ്ഞ് ആദാമിൻ്റെ അടുത്തും ഒരു ചുരുക്കത്തിൽ ആസ് എ റിസൾട്ട് ദേ വർ ത്രോൺ ഔട്ട് ഓഫ് ഗാർഡൻ ഓഫ് ഈഡൻ. അപ്പോൾ അക്വിസിഷൻ ഓഫ് നോളജും സാൽവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൺഫ്യൂസ് ചെയ്തപ്പോൾ ദി അപ്പോസ്റ്റൽസ് ഒപ്പോസ് ദിസ് ആർഗ്യുമെൻറ്റ്. The basis of salvation is faith and was brought by the death of Jesus Christ or by the crucifixion of Jesus Christ at Calvary. He elaborates much on love. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങളെ സ്നേഹത്തിൻ്റെ ലേഖനങ്ങളെന്നും പറയാറുണ്ട്. The hallmark of Christian life is love. That's what we understand from this epistle of St. John. Second and third epistles of St. John. These two epistles, epistles 2 and 3 of St. John, contains only one chapter each. അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഒരു ഡെഫിനിഷൻ സെൻറ്റ് ജോൺ ഇതിനകത്തൂടെ പറയുന്നുണ്ട്. അതെങ്ങനെ വായിക്കാം? ഡിസീവേഴ്സ് ഹു കൺഫസ് നോട്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കം ഇൻ ദ ഫ്ലഷ്. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ള കാര്യം ഏറ്റു പറയാത്ത ചീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസീവേഴ്സാണ് അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് ഈ അപ്പോസ്റ്റേറ്റ് ടീച്ചേഴ്സ് എന്ന് സെൻറ്റ് ജോൺ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് സെൻറ്റ് ജോൺ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സോ ദ ബിലീവേഴ്സ് ഷുഡ് നോട്ട് കീപ്പ് എനി റിലേഷൻഷിപ്പ് വിത്ത് ദം. അപ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് ബെനിഫിഷ്യലായ, നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ പലരും ചെയ്യുന്നുണ്ട്, മൊബൈൽ യൂസ് ചെയ്യുന്ന തെറ്റാണെന്ന ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറകെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ബിലീവേഴ്സിനൊരു കുഴപ്പമുണ്ടായിരുന്നു. Something that attracted them by these apostate teachers, they were of the idea that they could go after them. പക്ഷേ ഇവിടെ സെൻറ്റ് ജോൺ പറയുന്നു, they should not keep any relationship with the apostate teachers who are trying to put them in trouble by their teachings. The third epistle is addressed to Gaius. The content of this epistle is the difference of opinion of Diotrephes, the head of a church, with the apostle. ഒരു ചർച്ചിൻ്റെ ഹെഡായിട്ട് പോലും
ഡയോത്രിഫോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സെൻറ്റ് ജോണുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു. ദി അപ്പോസിൽ ഡസ് നോട്ട് മെൻഷൻ ഇൻ ദി എപ്പിസിൽ എനിത്തിങ് അബൌട്ട് ഡീക്ലൻഷൻ ആൻഡ് അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലാണ്. ഡീക്ലൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിങ് ഓഫ് അല്ലെങ്കിൽ ഡിസെൻറ്റ് ഓർ ഡിറ്റീററേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇരിക്കുന്ന ഹൈ പൊസിഷനിൽ താഴെ വീഴുക, അല്ലെങ്കിൽ ഉന്നതിയിലിരിക്കുന്ന ഒരാൾ താഴെ ഇറങ്ങിപ്പോവുക. 3 ഡിറ്റീററേറ്റ്. ഡയോട്രിഫോസ് ചെയ്ത ഈ ഡീക്ലൻഷനെ പറ്റി ഒരു വാക്ക് പോലും, എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ഹർട്ടിംഗ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഒട്ടും അപ്പോസ്റ്റൽ സെൻറ്റ് ജോൺ ഇതിനകത്ത് പറയുന്നത്. അത് അപ്പോസ്റ്റൽ ഓഫ് സെൻറ്റ് ജോണിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ടും പറയപ്പെടുന്നുണ്ട്. ദി ലാസ്റ്റ് എപ്പിസിൽ ഓഫ് സെൻറ്റ് ജെയിംസ്. ജെയിംസ്, ദി ഓതർ ഓഫ് ദിസ് എപ്പിസിൽ, ഈസ് നോട്ട് ദി അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലിനല്ലിത്. ഇത് യാക്കോബസ് ലീഹയാണ്. ബട്ട് വൺ ഓഫ് ദി ബ്രദേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിലൊരാളാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട് സെൻറ്റ് മാത്യു ചാപ്റ്റർ 13:58 ആൻഡ് സെൻറ്റ് മാർക്ക് ചാപ്റ്റർ 6:3. He was the episcopal of the church in Jerusalem. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വൺ ഓഫ് ദി 3 pillars of the church. ഗലേഷ്യൻസ് 2:9 അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സഭയുടെ 3 തൂണുകളിൽ ഒരാളായിരുന്നു ഈ ലേഖനം എഴുതിയ യാക്കോബസ് ലീഹ. 1 Corinthians 5:7 യേശുക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതായിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസിലിൻ്റെ ഫൗണ്ടേഷൻ വാസ് നോട്ട് പെർസിക്യൂഷൻ, നോട്ട് ഹെറസി. ഹെറസി കൊണ്ടോ പെർസിക്യൂഷൻ കൊണ്ടോ ഉണ്ടാവില്ല. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് പലരും അവഗണിക്കുന്ന, പലരും ഇന്ന് ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയാണ് സെൻറ്റ് ജെയിംസ് തൻ്റെ എപ്പിസിലാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദി ഔട്ട്വേർഡ് റിലീജിയസ് സർവീസ് ആസ് ദി എക്സ്പ്രഷൻ ആൻഡ് പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. റിലീജിയസ് ആയിട്ടുള്ള സർവീസ് നമ്മുടെ സഭയിൽ ഉൾപ്പെടെ പലരും, പരമന തിരുമേനി, പത്രോസ് മാർ തിരുമേനി, ഗ്യൂറിയസ് മാർ തിരുമേനി, സേപ്പാനോസ് മാർ തേവദോസ് തിരുമേനി ഉൾപ്പെടെ പലരും ചെയ്ത കാര്യമാണിത്. അദ്ദേഹത്തിൻ്റെ എപ്പിസിലിനകത്തൂടെ യാക്കോബസ് ലീഹ പഴയ കാലത്ത് എഴുതി വെച്ചത് എന്താണ്? ഔട്ട്വേർഡ് റിലീജിയസ് സർവീസ് ആസ് ദി എക്സ്പ്രഷൻ ആൻഡ് പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. അപ്പം വിശ്വാസത്തിൻ്റെ പ്രൂഫ് എന്നോണം കൂടുതൽ ആൾക്കാർക്ക് സ്പിരിച്വൽ സർവീസ് ആൻഡ് ടീച്ചിങ്സ് ചെയ്തു കൊടുക്കുക. എന്ത് സർവീസും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. വിതൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ്, ഗീവ് ദം ഔട്ട്വേർഡ്ലി സ്ട്രോങ്ങർ റിലീജിയസ് സർവീസ്. 4 ഐഡിയാസാണ് സെൻറ്റ് ജെയിംസ് തൻ്റെ എപ്പിസോഡ്സിനകത്തൂടെ പറയുന്നത്. നമ്പർ 1, ഫെയ്ത്ത് ആൻഡ് വർക്ക്. നമ്മുടെ വിശ്വാസം, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കണം. ഇഫ് വി ഹാവ് ഫെയ്ത്ത്, വി ഹാവ് ടു ബി പ്രോംപ്റ്റഡ്, വി ഹാവ് ടു ബി മോട്ടിവേറ്റഡ് ടു ഡു വർക്ക്സ് ഓഫ് ലവ്. അപ്പോൾ സ്നേഹത്തിൽ കൂടെ എല്ലാ കാര്യം ചെയ്താലേ വിജയം ഉണ്ടാകുമെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അപ്പോൾ അങ്ങനെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് വിശ്വാസം. സോ ഇഫ് വി ഹാവ് ഫെയ്ത്ത്, we have to be prompt to do the works of love. Faith without works is dead. അപ്പം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാകുന്നു. രണ്ടാമത്, ക്രിസ്ത്യൻ ഇക്വാലിറ്റി ആൻഡ് ബ്രദർലി ലവ്. ദർ ഈസ് ആൻ എക്സോർട്ടേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും കിട്ടേണ്ടതാണെന്നുള്ളതും ദ റിച്ച് ആർ സപ്പോസ് ടു ടേക്ക് ഗുഡ് കെയർ ഓഫ് ദർ ലേബറേഴ്സ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾക്കുള്ള ഉപദേശമായിട്ട്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരും അല്ലാത്തവരോട്ടോ പലരും ഉണ്ട് നമ്മളോട് കണക്റ്റഡ് ആയിട്ടുള്ള. അവരെ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ആസ് എ ക്രിസ്ത്യൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റ്, വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ്, ഈവൻ ദോ വി ആർ നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു എനി, if there is an opening, if there is an opportunity to help anyone, we should not shut our mind to them. We should try to extend our hands to help them. മൂന്നാമതായിട്ട് പറയുന്നത് കൺട്രോൾ ദ ടങ്. നാക്കിനെ കടിഞ്ഞാനിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ സംസാരിക്കും, നല്ലതും ചീത്തയും പരസ്പരം സംസാരിച്ച് കൂടാത്തതും മറ്റുള്ളവരെ പറ്റി സംസാരിച്ച് കൂടാത്തതും എല്ലാ ടൈപ്പ് കാര്യം നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെയും ഫ്രീഡത്തോട് സംസാരിക്കുന്നതിന് മുന്നിൽ വരുന്ന നമ്മുടെ സംസാരത്തിന് കടിഞ്ഞാണേ ഇല്ല. ദർ ഇസ് നോ കൺട്രോൾ അറ്റ് ഓൾ. ഹിയർ സെൻറ്റ് ജെയിംസ് ആസ്ക് us to control the tongue. Controlling the tongue is needed for spiritual sustenance. അപ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടാൻ വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് കൺട്രോൾ ഓഫ് ദ ടങ്. ദി എപ്പിസിൽ ഇൻസ്ട്രക്ട്സ് ഓൾ ഓഫ് us to refrain from excessive and vain talk. നാലാമതായിട്ട് പ്രെയർ. എന്തുകൊണ്ടാണ് പ്രെയർ എന്നുള്ള കാര്യം നാലാമതായിട്ട് അവസാനമായിട്ട് പറഞ്ഞത്? പ്രെയറിന് ഇമ്പോർട്ടൻസ് ഇല്ലാഞ്ഞിട്ടല്ല. ക്രിസ്ത്യൻ ലൈഫ് ഷാൽ ബി വൺ ഓഫ് പ്രൈസ് ആൻഡ് പ്രെയർ. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാതെ ക്രിസ്ത്യൻ ലൈഫ് മീനിങ് ഫുൾ ആകാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബസ് ലീഹ നമുക്ക് വേണ്ടി എഴുതി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മൾ സൺഡേ സ്കൂൾ സ്റ്റുഡൻസാണ്, സഭയിലെ വിശ്വാസികളാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പ്രാർത്ഥനായോഗങ്ങളിൽ പോവും, മറ്റെല്ലാ ആത്മീയ സംഘടനകളുടെ
മീറ്റിങ്ങുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കെടുക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ വി സ്റ്റിൽ ആർ നോട്ട് 100% മീനിങ് ക്രിസ്ത്യൻസ്. അതുകൊണ്ടാണ് പ്രയാസം വരുന്നതന്നെ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ കാലം വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സിനെയും പേരൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള റിലേറ്റീവ്സിനെ ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷുവറായിട്ട്. അപ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് ജാക്കോബ്സ്ലി അവിടെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 5 ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. ദി എൽഡേഴ്സ് ഓഫ് ദ ചർച്ച് ഷാൽ അനോയിന്റ് ദ സിക്ക് വിത്ത് ഓയിൽ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ഇതിനെപ്പറ്റി 2-3 കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. എൽഡേഴ്സ് ഓഫ് ദ ചർച്ച് ഷാൽ അനോയിന്റ് ദ സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ തൈലം പൂശി മുതിർന്നവർ അല്ലെങ്കിൽ മൂപ്പന്മാർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട കൂതാശകൾ ഒന്നിനെ പറ്റിയാണ് പറയുന്നത്. തൈലാഭിഷേകത്തെ പറ്റി പറയുകയാണ്. ഇനി തീർന്നില്ല. മൂപ്പന്മാരെ വിളിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു. ഒരുവന് വേണ്ടി, അവൻ്റെ രോഗം മാറാൻ വേണ്ടി ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിപ്പീനെന്നുകൂടി ജാക്കോബ്സ്ലി പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്തോ? That gives us an indication that we have to be stronger and stronger. We have to be practicing intercessory prayers for others. നമ്മൾ മറ്റുള്ളവർക്കുള്ള പ്രാർത്ഥന intercessory prayers. So basically this epistle contains lot of instructions for practical Christian life. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനേകം കാര്യങ്ങളാണ് യാക്കോബ്സ്ലി എഴുതിയ ഈ ലേഖനത്തിൻ്റെ 5 അധ്യായങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് പഠിക്കാൻ കഴിയും. So coming to the end of the chapter, read about the 7 epistles, but which are giving us a lot of spiritual guidance and light in our mental darkness and strength to go forward in the way of the Lord. May God bless you all.